മനസ്സിനിണങ്ങുന്ന വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ മിന്നൂസ് ഫാഷൻ മറയൂരിൽ ഒന്നാം വാർഷിക നിറവിൽ. ഏവരും ഇതുവരെ തന്ന സാന്നിധ്യവും സഹകരണവും തുടർന്നും പ്രതീക്ഷിക്കുന്നു. 3 വർഷത്തോളമായി കുടിശ്ശിക. അരിയെത്തിക്കാമെന്നേറ്റ കരാറുകാരൻ ഗതികേടുകൊണ്ട് പിന്മാറി. റേഷൻ മുടങ്ങി ഇടമലക്കുടി നിവാസികൾ. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി നിവാസികളാണ് റേഷൻ കടയിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ കഴിയാത്തത് മൂലം പ്രതിസന്ധിയിലായിരിക്കുന്നത്. കരാറുകാരന് നൽകാനുള്ള തുക കഴിഞ്ഞ 33 മാസത്തിലധികമായി കുടിശ്ശിക വരുത്തിയത് മൂലം തുടർന്ന് ലോഡെത്തിക്കുന്നതിന് വിസമ്മതിച്ചു. ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ടെൻഡറിലൂടെ കരാറുകാരനെ തിരഞ്ഞെടുത്ത് ഈ തുക നൽകിയിരിക്കുന്നത്. എന്നാൽ 3 വർഷത്തോളം തുക കുടിശ്ശിക വരുത്തിയതിനാൽ തുടർന്ന് ലോഡെത്തിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ച് കരാറുകാരൻ സഹകരണ സംഘം സെക്രട്ടറിക്ക് കത്ത് നൽകി പിന്മാറിയിരുന്നു. ഇതൊന്നും അറിയാതെ പഞ്ചായത്തിലെ വിവിധ കുടികളിൽ നിന്നുമായി റേഷൻ കടയിലേക്ക് 10-15 കിലോമീറ്റർ നടന്നെത്തിയ നിവാസികൾക്കിടയിൽ അരി ലഭിക്കാതെ വന്നപ്പോൾ പ്രതിഷേധത്തിനും കാരണമായി. പഞ്ചായത്തിലെ 13 വാർഡുകളിൽ നിന്നായി 2000-ഓളം കുടുംബങ്ങളാണ് ഈ റേഷൻ കടയെ ആശ്രയിക്കുന്നത്. ബന്ധപ്പെട്ട അധികൃതരുടെ ആർക്കു വേണ്ടിയുള്ള പ്രവർത്തന ശൈലി നിലവിൽ ആദിവാസികൾക്ക് അന്നം മുട്ടിച്ചിരിക്കുകയാണ്. എടമലക്കുടിയിലെ ഏക റേഷൻ കടയാണ്. റേഷൻ കടയിൽ നിന്ന് അരി ഇല്ലാത്തൊരു അവസ്ഥയാണ്. ഈ പാവം അമ്മമാര് അരിക്ക് വേണ്ടി വന്നതായിരുന്നു. റേഷൻ കാർഡ് സഹിതം എടുത്ത് അരിക്ക് വേണ്ടി വന്നതായിരുന്നു. 1 മണിക്കൂർ 2 മണിക്കൂർ അകലെ നിന്നാണ് ഈ അമ്മമാര് വന്നത്. അവർക്ക് അരിയില്ല. ഒരു ടെൻഡർ വഴിയാണ് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ പൈസ കൊടുക്കുന്നത്, ഈ വണ്ടിക്കൂലി കൊടുക്കുന്നത്. ഓരോ കിലോയ്ക്ക് 3 രൂപ വെച്ചാണ് വണ്ടിക്കൂലി കൊടുക്കുന്നത്. ആ 3 രൂപ വെച്ച് ടെൻഡർ കരാറ് എടുത്തിരിക്കുന്ന കരാറുകാരനെ 33 മാസത്തെ കുടിശ്ശികയായി കിടക്കുന്നു എന്നാണ് പറയാൻ സാധിച്ചത്. ആ പൈസ കിട്ടാതെ ഞാൻ ഇനി എടമലക്കുടിയിലേക്ക് അരി കൊണ്ടുപോകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതും ഒരു പേപ്പർ വാർത്ത കൊടുത്തിരിക്കുന്നതും. സൊസൈറ്റിയുടെ സെക്രട്ടറിക്ക് കത്ത് കൊടുത്തേക്കുന്നു അദ്ദേഹം. ആ സാഹചര്യത്തിലാണ് ഇത്രയും അമ്മമാരും ഈ എടമലക്കുടിയിലെ നിവാസികള് ഇത് റേഷൻ കടയിൽ മുന്നില് ഞങ്ങളുടെ പ്രതിഷേധമാണ്, ഇടമലക്കുടിക്കാരുടെ പ്രതിഷേധമാണ് ഞങ്ങൾ അറിയിക്കുന്നത്. ഇവിടെ പൈസ കൊടുത്ത് ഈ മാസം പൈസ കൊടുത്ത് റേഷൻ മേടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 30 കിലോ അരിക്ക് 100 രൂപ കൊടുത്ത് മേടിക്കാനാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. 100 രൂപ കൊടുത്ത് മേടിക്കണമെങ്കിൽ സൊസൈറ്റി സംഘത്തിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും ഞങ്ങൾക്ക് എഴുതി തരണം. ഈ പൈസ മേടിച്ചിട്ട് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന സബ്സിഡി കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഈ പൈസ അതേപടി ഞങ്ങൾക്ക് ജനങ്ങൾക്ക് തിരിച്ചു തരണം എന്ന് ഞങ്ങൾക്ക് എഴുതി തന്നാൽ ഞങ്ങൾ പൈസ കൊടുത്ത് ഇവിടെ അരി മേടിക്കാൻ തയ്യാറാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, ഈ കടയിൽ ഇവിടെ ഒരു പലചരക്ക് കടയുണ്ട്. റേഷൻ കടയുടെ ഭാഗമായിട്ട് ഒരു 1200-200ഓളം അംഗങ്ങളാണ് ഈ സഹകരണ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സഹകരണ സംഘത്തിന്റെ കടയാണ് ഇവിടെ നടത്തുന്ന പലചരക്ക് കടയിൽ അന്യായ വിലയാണ്. അന്യായ വില എന്ന് പറഞ്ഞാൽ പെട്ടിക്കടയിൽ പോലും ഒരു 50 രൂപ കുറച്ചാണ് വിൽക്കുന്നത്. ഒരു സാധാരണ എടുത്തു പറയുമ്പോൾ ഒരു ഉള്ളിക്ക് 90 രൂപയാണ് പെട്ടിക്കടയിൽ. ഈ സൊസൈറ്റി സംഘം നടത്തുന്ന കടയിൽ നിന്ന് ചോദിച്ചാൽ 140 രൂപയാണ് 1 കിലോ ഉള്ളിക്ക്. ഇപ്പോൾ ഇത് സഹകരണ സംഘം എന്ന് പറയുന്നത് ഒരു ന്യായവില കടയാണ്. ഇത് ഇപ്പൊ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, ഞങ്ങൾക്ക് തർപ്പിച്ചത് ഇത് അന്യായ വില കടയാണ്. ഇത് അന്യായ വിലയുടെ കടയാണിത്. ഇത് അധികാരികൾ, സപ്ലൈസ് അധികാരികൾ കണ്ടെത്തി ഇതിന്റെ നടപടി സ്വീകരിക്കണം. നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതിനേക്കാളും ഞങ്ങൾ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് അമ്മമാരടക്കം വരും എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു. മനസ്സിനിണങ്ങുന്ന വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ മിന്നൂസ് ഫാഷൻ മറയൂരിൽ ഒന്നാം വാർഷിക നിറവിൽ. ഏവരും ഇതുവരെ തന്ന സാന്നിധ്യവും സഹകരണവും തുടർന്നും പ്രതീക്ഷിക്കുന്നു. ഏവർക്കുമായുള്ള ഫാഷൻ, ട്രഡീഷണൽ, ഓർഡിനറി വസ്ത്രങ്ങൾക്ക് മികച്ച ഡിസ്കൗണ്ട്. മിന്നൂസ് ഫാഷൻ, ബസ് സ്റ്റാൻഡിന് എതിർവശം, മറയൂർ. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക 9400252161 അല്ലെങ്കിൽ 8330024161.